ദിവസവും 3 നേരം ക്യാപ്സ്യൂൾ കഴിക്കുന്ന പോലെ മണിപ്പൂർ എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ സംസാരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത സമയത്ത് കണ്ടായിരുന്നു. അവരുടെ പാർട്ടി പരിപാടിയിൽ കേരളത്തിലെ റഹീമിനെ പോലുള്ള ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ സോഷ്യൽ മീഡിയയിൽ അവർ നേരത്തെ 35 വർഷം ഭരിച്ച വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമത്തിനെതിരെ ജസ്റ്റ് ഒരു കുറിപ്പ് പോലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്നവരല്ലേ? നിങ്ങൾ മണിപ്പൂരിന് വേണ്ടി സംസാരിക്കുന്നവരല്ലേ? ഞാനും മണിപ്പൂരിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഈ നോർത്ത് ഇന്ത്യയിലും ഈ പശുവിൻ്റെ പേരിൽ ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ സംശയിക്കുന്നു നിങ്ങളെല്ലാം കള്ളത്തരം കാണിക്കുന്ന ഈ സെക്യുലറാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മതേതരത്വം ഭയങ്കര ഫേക്ക് ആണെന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊന്ന് പച്ചയ്ക്ക് തുറന്നു പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യുക. ഇന്നലെ നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ വെസ്റ്റ് ബംഗാളിലെ ഒരു ഇഷ്യൂ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ വെറും പഴംവിഴുങ്ങുകളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു, മിണ്ടാതിരിക്കുന്ന, പ്രതികരണ ശേഷിയില്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും അത് ഭൂരിപക്ഷത്തിനെതിരാണെന്നുണ്ടെങ്കിലും ന്യൂനപക്ഷത്തിനെതിരാണെന്നുണ്ടെങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നാളെ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള അതിക്രമണങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായാൽ മാത്രമാണ് പലർക്കും അതൊരു ചർച്ചയാവുന്നത്. നമ്മുടെ കേരളത്തിലെ മീഡിയ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും മഴ പെയ്യുമ്പോൾ ആരിപ്പഴം പൊഴിഞ്ഞ് ആരുടെയെങ്കിലും തലയിൽ വീണാൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ CM അടുത്ത ഒരു 5 മിനിറ്റിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും വർഗീയതയ്ക്കെതിരെ എന്നുള്ള രീതിയിലൊക്കെ. ഇതേ ആൾക്കാരായാലും എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് നേരെ വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം അഴിച്ചുവിട്ട അതിക്രമം, കലാപം, അവിടെ ആൾക്കാരുടെ വീടുകൾ നഷ്ടപ്പെടുന്നു, അവിടെ ആൾക്കാരുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നു, അവിടെ ആൾക്കാരുടെ കടകൾ കത്തിക്കുന്നു, അവരുടെ ജീവിതം ഇല്ലാതാകുന്നു, ജനിച്ചു വളർന്ന ഭൂമിയിൽ നിന്നും പാവം മനുഷ്യർ 2025 ഈ ഏപ്രിൽ മാസത്തിൽ പലായനം ചെയ്യുന്നു. നമ്മളിപ്പോഴും ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ നമ്മൾ ഈ കുട്ടികളെ കാണാത്തത്? ഞാനിവിടെ വിഷ്വലൊന്നും ആഡ് ചെയ്തില്ല, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എപ്പോഴും ഈ പ്രതിഷേധിക്കാനും അവിടെ ആൾക്കാർക്ക് ഒരു പ്രതികരണ ശേഷി വേണം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടു. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്ത്, എത്ര പേര് ബാക്കിയുള്ളവരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു, എത്ര പേര് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, ഫോളോ ചെയ്തു? ആരും ചെയ്യാറില്ല. പ്രതികരണ ശേഷി എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പം ഞാനിത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന റീച്ച് എന്താണെന്നറിയോ? എവിടുന്നെല്ലാം എനിക്കൊന്ന് ഫോളോവേഴ്സിനെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പ്രതികരണശേഷി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. നിങ്ങൾക്ക് ഒരു പ്രാപ്തി ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്നിനും കൊള്ളില്ലെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുപോലെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പോലെ വെസ്റ്റ് ബംഗാളിൽ കുറച്ച് ആൾക്കാർ കിടന്ന് നിലവിളിക്കുന്നു. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ആരും സംസാരിക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 5 കമൻറ്റ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടും. ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തും. 5 കമൻറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. 5 കമൻറ്റ്. അതുപോലെ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തും. അതുപോലെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ടുകൊടും. നിങ്ങൾ അറിയേണ്ട ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഇട്ടുകൊടും. നിങ്ങൾ ഈ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ നേരത്ത് ഇപ്പം ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും പ്രതികരണ ശേഷിയുണ്ട്. ഇതൊക്കെ കാണാൻ നേരത്ത് ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. ലോകത്തെ എല്ലായിടത്തും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അതിക്രമമാണ്. അതിപ്പോൾ മണിപ്പൂരാണെന്നുണ്ടെങ്കിലും ആൾക്കൂട്ട അതിക്രമമാണെന്നുണ്ടെങ്കിലും ഇപ്പം വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്നതാണെന്നുണ്ടെങ്കിലും എവിടെ നടക്കുന്നതാണെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്നതാണെന്നുണ്ടെങ്കിലും ഞാൻ മുമ്പിൽ നിന്ന് ഒരതിക്രമം മുസ്ലിംസിനെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കും. അത് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ സ്വസ്ഥമായി എല്ലാവരും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പ്രതികരണ ശേഷി വേണം. അതില്ലാതെ വെറും പഴംവിഴുങ്ങുകളെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഭരണകക്ഷിയൊന്നും പ്രതികരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ശേഷിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഇട്ടുകൊട്. വാട്സപ്പല്ലേ, എടുത്ത് ഷെയർ ചെയ്തുകൊട്. ഈ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്കായി അയച്ചു കൊടുത്തിട്ട് ഇത് കണ്ട് പ്രതികരിക്കാൻ പറ. ജസ്റ്റ് ഒരു 5 കമൻറ്റ്, നിങ്ങൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കമൻറ്റ് ഇട്. ആൾക്കാരിലേക്ക് എത്തും. നിങ്ങൾ റെക്കമെൻഡ് ചെയ്തു പോകും.
അങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇത് ആൾക്കാർ അറിയണം, ഇത് ആൾക്കാർ പ്രതിഷേധിക്കണം. നമ്മുടെ പ്രതിഷേധം കണ്ടിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും പ്രതികരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ വൺ സൈഡ് ആയി പോകും നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് അവിടുത്തെ ഒരു വലിയ കലാപത്തിലേക്ക് പറയും. നമ്മുടെ നാട്ടിൽ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. നല്ല കാര്യം, ജനാധിപത്യ നാടാണ്, പ്രതിഷേധിക്കണം. മുസ്ലിം ലീഗ് പ്രതിഷേധിക്കുന്നു, അവർ കോടതിയിൽ പോകുന്നു. പക്ഷെ ആരുടെയും വീടുകൾ തല്ലിപ്പൊളിക്കാൻ ആരും പോയിട്ടില്ല, അതിക്രമത്തിന് ആരും പോയിട്ടില്ല. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയല്ല. ഒറ്റ രാത്രി കൊണ്ട് പലർക്കും വീടില്ലാതാവുന്നു, അഭയാർത്ഥികളായി പോകുന്നു സാധാരണക്കാർ, പാവം മനുഷ്യർ. നമ്മളിത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് എന്തെടുക്കാനാണ്? ഇപ്പം കാശ്മീരിൽ നോക്കുക, അവിടെ പാവം ഹിന്ദു പണ്ഡിറ്റ്സ്, അവർ ന്യൂനപക്ഷമാണ് കാശ്മീരിൽ. അവർക്ക് സ്വന്തം വീട് കത്തിച്ച് അവരെ ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇവിടെ എത്ര പേര് ചർച്ച ചെയ്യും? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഫലസ്തീനാണ്. കാരണം അത് വോട്ട് ബാങ്കാണ്. അത് ഫലസ്തീനെ പറ്റി സംസാരിക്കുന്നവർ മത്സരിക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയനാണെന്നുണ്ടെങ്കിലും വി ഡി സതീശനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ KC വേണുഗോപാലാണ്. കാരണം അങ്ങനെ പറയുന്നവരോടൊപ്പം അവരുടെ വോട്ട് ബാങ്ക് നിൽക്കും, അവർ ഒരുമിച്ച് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യും, പിന്തുണയ്ക്കും, അവർക്ക് അധികാരം കിട്ടും. അതുകൊണ്ടാണ്. പക്ഷേ അതേസമയം എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ഈ നടക്കുന്ന ഈ അതിക്രമത്തിനെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മിണ്ടാത്തത്? കാരണം നിങ്ങളൊരു വോട്ട് ബാങ്ക് അല്ല, നിങ്ങൾ വെറും പാഴാണ്, വെറും പാഴ്, കഴിവുകേട് 10-16 ജാതിയായിട്ട് തിരിഞ്ഞിരിക്കുന്ന കുറേ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി അതിനോട് സംസാരിക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചെങ്കിലും ഒന്നൊരു ആർജവമുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ കൊടുക്കുക. ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തുകൊണ്ടാണ് DYFIയുടെ ദേശീയ അധ്യക്ഷൻ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 2 പേര് കൊലയപ്പെട്ടു. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള 2 പേർക്ക്, ഒരു അച്ഛനും മകനും ജീവൻ നഷ്ടപ്പെട്ടു. വെസ്റ്റ് ബംഗാളിലെ CPMൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിട്ടേക്കാം. CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, ജമീൽ മൊല്ല, മീനാക്ഷി മുഖർജി എന്നുള്ളവർ മറ്റു പാർട്ടി നേതൃത്വം കൊല്ലപ്പെട്ട പാർട്ടി സഖാക്കളായ ഹർഗോവിന്ദ് ദാസ്, ചന്ദൻ ദാസ് എന്നിവരുടെ വീടുകളിലെത്തി എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലൊരു ഫോട്ടോസ് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി, ഇവിടുത്തെ MV ഗോവിന്ദനെ പോലെ പശ്ചിമ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ഈ കലാപത്തിൽ മരിച്ച 2 പാർട്ടിക്കാരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അച്ഛനും മകനുമാണ് അവർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള പേജ് വന്നിരിക്കുന്നതാണ്. പോളിറ്റ് ബ്യൂറോ അംഗവും CPM പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് സലീം അക്രമബാധിത ജില്ലയായിട്ടുള്ള മുർഷാബാദിലെത്തി. ആ മുർഷാബാദിലാണ് ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങളെ ഗ്രാമീണരെയും കണ്ടു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു. CPM അനുഭാവികളായിരുന്ന ഹർഗോവിന്ദ് ദാസിനെയും മകൻ ചന്ദൻ ദാസിനെയും കുടുംബാംഗങ്ങളെ സഖാവ് സലീം കണ്ടു. ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അക്രമികാരികൾ അവരെ ക്രൂരമായി ഇല്ലാതാക്കിയ വാർത്തയാണ് കാണുന്നത്. എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷക്കാർ, അതായത് ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, മിണ്ടുന്നില്ല. വായി കാരണം എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ DYFIയുടെ ദേശീയ അധ്യക്ഷനാണ് റഹീമിൻ്റെ ഒക്കെ വീഡിയോയ്ക്കകത്ത് മതേതരത്തെ പറ്റിയൊക്കെ കവിത പറയുന്ന കേൾക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവിടെ ഇരകളായി പോകുന്നത് വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുസാണ്. അത് തന്നെയാണ് കാരണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഹിന്ദുക്കൾ ഇരയാകാൻ നേരത്ത് നമ്മുടെ നാട്ടിലുള്ള സകല പാർട്ടിക്കാരും മിണ്ടാട്ടം മുട്ടിയിരിക്കും. അതേസമയം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പ്രശ്നമാണ്. ജനാധിപത്യത്തെപ്പറ്റിയും മതേതരത്വത്തെപ്പറ്റിയും ഭരണഘടനയെപ്പറ്റിയും ക്ലാസ് എടുക്കും. ഇപ്പം എന്താ ഭരണഘടനയില്ലേ ഈ രാജ്യത്ത്? എവിടെ രാഹുൽ ഗാന്ധി? മണിപ്പൂരിലേക്ക് ഓടിപ്പോയ രാഹുൽ ഗാന്ധി എന്താണ് വെസ്റ്റ് ബംഗാളിനെ പറ്റി സംസാരിക്കാത്തത്, മിണ്ടാത്തത്, പ്രതികരിക്കാത്തത്? അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പ് കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊരു മതേതരവാദികളൊന്നുമല്ല, സകല തട്ടിപ്പാണ്. ചില സിനിമയിലൊക്കെ പറയുന്ന തൊട്ട് പശ്ചിമ ബംഗാളിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നത് നിങ്ങളാരും എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കന്മാർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ട് വഖഫുമായി ബന്ധപ്പെട്ട് അവിടെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം ആൾക്കാർ ഏകപക്ഷീയമായി ഇവിടെ ആൾക്കാർ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മൗനം ഭയങ്കര ഭീകരമാണ് എന്ന് തന്നെ എനിക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ സെക്കുലർ എന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അതൊരു ഒന്നാന്തരം തട്ടിപ്പ് പരിപാടിയാണ്. പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന വിഷയം നമ്മുടെ നാട്ടിലെ പല മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ചെറിയ ചാനലാണ്, ഈ ചാനലിനകത്തൂടെയാണ് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നത്. ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യന് നേരെ നടക്കുന്ന ഏത് അതിക്രമവും, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, മറ്റു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ മതമില്ലാത്തൊരു വ്യക്തിയാവട്ടെ, അത് തെറ്റാണ്.
അത് പറയാൻ അതിനൊരു ആർജവം കാണിക്കണം. ഞാൻ മണിപ്പൂർ വിഷയത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ആൾക്കൂട്ട അതിക്രമത്തിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയും വീഡിയോ ഇടും. കാരണം ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഇത് കാണാൻ നേരത്ത് നിങ്ങൾക്ക് ഓരോ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന വ്യക്തിക്കും ഒന്ന് ആത്മപരിശോധന നടത്താം. നിങ്ങളുടെയൊക്കെ സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ അവർ 35 വർഷം ഭരിച്ച സംസ്ഥാനത്ത് അവരുടെ സഹാക്കന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ അവർ മിണ്ടുന്നില്ല. ദേശീയ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണല്ലോ. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതുന്നില്ല? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഒരു 5 കമൻ്റ് ഇടുക. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇത് കേരളത്തിലുള്ള ആൾക്കാർ കാണണം, ചർച്ച ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ ഉടായ്പകളെ.